നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു പ്രകടനമാണ് ഇന്നലെ റാഫിഞ്ഞ നടത്തിയത്. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ബാഴ്സലോണ 4-4 സമനില പിടിച്ച മത്സരത്തിൽ 2 അസിസ്റ്റുകൾ. അതുമാത്രമല്ല 4 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ചാൻസുകൾ, അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ചാൻസുകൾ എങ്ങനെ ബാഴ്സ താരങ്ങൾ മിസ് ചെയ്തു എന്നുള്ളത് അത്ഭുതകരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടിട്ട് ഇന്നലെ ചില വാട്സാപ്പ് പേജുകളൊക്കെ, എക്സിലെ പേജുകളൊക്കെ പറയുന്നു ബാലൻ ഡിയോർ എടുത്തങ്ങ് കൊടുത്തേക്ക്, ഇനി കാത്തു നിൽക്കണ്ട, റാഫിഞ്ഞക്ക് ബാലൻ ഡിയോർ കൊടുത്തേക്ക്. ശരിയാണ്, ഇത്തവണത്തെ ബാലൻ ഡിയോർ കണ്ടന്റേഴ്സ് എടുത്താൽ തലപ്പത്തുണ്ടാകും റാഫിഞ്ഞ. പക്ഷെ വേറെ ആൾ കൂടി അവിടെ ഇല്ലേ? മോസലയില്ലേ? അവരിൽ ആർക്ക് ബാലൻ ഡിയോർ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് മുഴങ്ങി കേൾക്കുന്നത്. അതിന്റെ ഉത്തരം കിട്ടാൻ ആർനെ സ്ലോട്ട് ഇന്നലെ പറഞ്ഞതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ സംഭവങ്ങൾ ഉണ്ടായാൽ ആർക്കാണ് എന്ന് വ്യക്തമാവും. സ്ലോട്ടിന്റെ വാക്കുകൾ നോക്കുന്നതിന് മുമ്പ് ഈ 2 താരങ്ങളുടെയും ഇപ്പോഴത്തെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണ്. 2024-25 സീസണിൽ അവരുടെ പ്രകടനത്തിന്റെ കണക്കുകൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മോസല 38 കളികൾ, റാഫിഞ്ഞയും 38 കളികൾ. സല 30 ഗോളുകൾ, റാഫിഞ്ഞ 24 ഗോളുകൾ. സല 21 അസിസ്റ്റുകൾ, റാഫിഞ്ഞ 16 അസിസ്റ്റുകൾ. മിനിറ്റ്സ് പെർ ഗോൾ നോക്കിയാൽ ഓരോ 63 മിനിറ്റിലും റാഫിഞ്ഞ സലയുടെ ഗോൾ പാർട്ടിസിപ്പേഷൻ വരുന്നു. ഓരോ 78 മിനിറ്റിലും റാഫിഞ്ഞയുടെ ഗോൾ പാർട്ടിസിപ്പേഷൻ വരുന്നു. ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് സല 25, റാഫിഞ്ഞ 37. കീ പാസുകൾ കൊടുത്തത് സല 75, റാഫിഞ്ഞ 133. ഡ്രിബിളിങ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയത് സല 55, റാഫിഞ്ഞ 56. ഡ്യുവൽസ് വിൻ ചെയ്തതിന്റെ കണക്ക് അത് സല 120 ഡ്യുവൽസ് വിൻ ചെയ്തു, 44%. റാഫിഞ്ഞ 144 ഡ്യുവൽസ് വിൻ ചെയ്തു, 44%. സോ മിന്നും പ്രകടനമാണ് രണ്ടുപേരും നടത്തുന്നത്. ഗോളിലും അസിസ്റ്റിലും സലയാണ് മുന്നിലെങ്കിൽ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, അതായത് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും കീ പാസുകളുടെ കാര്യത്തിലുമൊക്കെ തൻ്റെ ക്രിയേറ്റീവ് എബിലിറ്റി റാഫിഞ്ഞ കൂടുതൽ പ്രകടമാക്കുന്നതും കാണാം. സോ കട്ടക്കാണ് രണ്ടുപേരും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ആർനെ സ്ലോട്ട് ഇന്നലെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആർനെ സ്ലോട്ടിനോട് ആർക്കാണ് ഇത്തവണത്തെ ബാലൻ ഡിയോർ, സലാക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ ടീം ചില കിരീടങ്ങൾ കൂടി നേടുകയാണെങ്കിൽ, ഇഫ് വി ആസ് എ ടീം വിൻ സംതിങ്, അങ്ങനെ സംഭവിച്ചാൽ ഹി ഹാസ് എ ഫാർ ബെറ്റർ ചാൻസ് ടു വിൻ ആൻ ഇൻഡിവിജ്വൽ പ്രൈസ് ലൈക്ക് ദി ബാലൻ ഡിയോർ. ടീം എന്ന നിലയിൽ ഞങ്ങൾ ചില കിരീടങ്ങൾ കൂടി നേടിയാൽ സലാക്ക് ബാലൻ ഡിയോർ പോലുള്ള അവാർഡുകൾ നേടാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിക്കുമെന്ന്. യെസ്, അതുകൂടിയായിരിക്കും ഇനി പരിഗണിക്കുക. ഈ പ്രകടനമൊക്കെ കിരീടങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം. UCL ആര് നേടും? 2 ടീമിനും സാധ്യതയുണ്ട്. 2 ടീമും അവരവരുടെ ലീഗുകളിൽ 1-ാം സ്ഥാനത്താണ്. ബാഴ്സയും ലിവർപൂളും, പ്രീമിയർ ലീഗിൽ ലിവർപൂളും ലാലിഗയിൽ ബാഴ്സയും 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി നോക്കുക. ഓൾസോ കറബാവോ കപ്പിന്റെ ഫൈനൽ അവിടെയുണ്ട്. എന്നാൽ മറുഭാഗത്ത് കൊപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിലാണ് ബാഴ്സയുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കിരീടം കൂടി ഇനി പരിഗണിക്കേണ്ടി വരും. കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.